ട്രംപിന്റെ നികുതി യുദ്ധം ആഗോള വ്യാപാരത്തെ വിഷമവൃത്തിയിലായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി യുദ്ധം നടക്കുകയാണ് ഇപ്പോൾ. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമായി നികുതി യുദ്ധത്തിൽ ഏർപ്പെട്ട ട്രംപ് യൂറോപ്യൻ യൂണിയനുമായി കൊമ്പ് കോർക്കുകയാണ് ഇപ്പോൾ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച യൂറോപ്യൻ യൂണിയന് വീണ്ടും ട്രംപ് പണി കൊടുക്കുകയും ചെയ്തു. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഷാമ്പെയിനും വൈനിനും 200% തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയനുകൾക്കാണ് ട്രംപ് താക്കീത് നൽകിയിരിക്കുന്നതെന്നും വ്യക്തമാണ്. US വിസ്കികൾക്ക് യൂറോപ്യൻ യൂണിയൻ 50% തീരുവ ഈടാക്കുമെന്ന അറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് ട്രംപ് ഈ രാജ്യങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നത് എന്നത് മറ്റൊരു ശ്രദ്ധാകേന്ദ്രമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ശത്രുപരമായ നികുതി സംവിധാനം യൂറോപ്യൻ യൂണിയൻ സ്വീകരിക്കുന്നതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കയെ മുതലെടുക്കുക എന്ന ദുരുദ്ദേശത്തോടെയാണ് യൂറോപ്യൻ യൂണിയൻ വിസ്കി 50% തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ തീരുവ ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നും യൂറോപ്യൻ യൂണിയനുകളിൽ നിന്നും എത്തുന്ന മദ്യ ഉൽപ്പന്നങ്ങൾക്ക് 200% നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു. US-ലെ വൈൻ, ഷാംപെയിൻ ബിസിനസ് ഇത് ഗുണകരമായിരിക്കുമെന്നും ട്രംപ് ട്രൂത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിവുകെട്ട നേതൃത്വത്തിന്റെ ഭരണത്തിൽ അമേരിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങൾ അപഹരിച്ചെടുത്ത സ്വത്ത് ഞങ്ങൾ തിരിച്ചുപിടിക്കാൻ തുടങ്ങുകയാണെന്ന് ബുധനാഴ്ചയാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഈ നീക്കത്തിന്റെ ആദ്യ ഇരകളാണ് യൂറോപ്പിനെയും കാനഡയും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. കൈവിട്ടുപോയ പല കമ്പനികളും ഞങ്ങൾ ഇത്തരത്തിൽ പിടിച്ചെടുക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾ ഈടാക്കുന്ന അതേ തീരുവ തിരിച്ചും ഈടാക്കുമെന്ന് ട്രംപ് സ്വീകരിച്ചിട്ടുള്ള നയം നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഏപ്രിൽ 2 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനിടെ കാനഡയിൽ നിന്നും അമേരിക്കയിലെത്തുന്ന അലൂമിനിയം, സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ 50%ആക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. US-ലേക്കുള്ള വൈദ്യുതി കയറ്റുമതിക്ക് ഒന്റാറിയോ പ്രവിശ്യ 25% തീരുവ ചുമത്തുന്നതിനുള്ള തിരിച്ചടിയാണ് ഈ തീരുവ വർദ്ധിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു പുറമെ US പാലുൽപ്പന്നങ്ങൾക്ക് കാനഡ ചുമത്തുന്ന 250 മുതൽ 390% വരെയുള്ള തീരുവ അങ്ങേയറ്റം കർഷക വിരുദ്ധമാണെന്നും ഇത് എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നാളുകളായി ഈടാക്കുന്ന അമിത നികുതികൾ കാനഡ ഒഴിവാക്കിയില്ലെങ്കിൽ അമേരിക്കയിലേക്ക് വരുന്ന കാറുകളുടെ നികുതി ഏപ്രിൽ 2 മുതൽ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് കാനഡയ്ക്ക് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്.